മലപ്പുറം ജില്ലയിലെ അതിമനോഹരമായ കോട്ടക്കൽ ബൈപ്പാസിൻ്റെ പച്ചപ്പ് നിറഞ്ഞ ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് കോട്ടക്കൽ ബൈപ്പാസിൻ്റെ അപ്ഡേറ്റ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ മലപ്പുറം ജില്ലയിൽ 2 ബൈപ്പാസാണ് വരുന്നത്. ഒന്ന് കോട്ടക്കൽ ബൈപ്പാസ്, ഒന്ന് വളാഞ്ചേരി ബൈപ്പാസ്. 2 ബൈപ്പാസിൻ്റെ വർക്കുകളും അതിവേഗത്തിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി സ്വാഗതമാട് ഭാഗത്തുള്ള വർക്കുകൾ മാത്രമാണ് നമ്മുടെ കോട്ടക്കൽ ബൈപ്പാസിൽ ബാക്കിയായിട്ടുള്ളത്. നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ കക്കാട് മുതൽ കോട്ടക്കൽ ബൈപ്പാസ് വരെയുള്ള ദേശീയപാത വികസനത്തിൻ്റെ അപ്ഡേറ്റ്സാണ്. നമ്മുടെ കക്കാട് ഓവർപാസിൻ്റെ ദൃശ്യമാണ് കാണുന്നത് കേട്ടോ. കക്കാടിൽ ഇനി സർവീസ് റോഡിൻ്റെ ഭാഗത്തുള്ള വർക്കുകളും ഇനി ഡ്രെയിനേജിൻ്റെ ഭാഗത്തുള്ള വർക്കുകളൊക്കെ മാത്രമാണ് ബാക്കിയുള്ളത്. ആറുവരിപ്പാതയിൽ പൂർണ്ണമായിട്ടും ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞ് ലൈൻ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞ ഏരിയയാണ്. നമ്മൾ കക്കാട് വരെയാണ് കഴിഞ്ഞ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പഴയ ദേശീയപാതയാണ് നമ്മൾ ഇടത് ഭാഗത്തായിട്ട് കാണുന്നത്. എന്തായാലും ഈ ഭാഗത്തൊക്കെ മുഴുവനായിട്ടും വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ ആദ്യത്തെ റീച്ചിൽ പൂർണ്ണമായിട്ടും ആറുവരിപ്പാതയിൽ ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞ് തുറന്നു കൊടുത്തിരിക്കുകയാണ്. നിലവിലിപ്പോൾ നമ്മളെ കുമ്പളയിൽ വരുന്ന ടോൾ പ്ലാസയുമായി ബന്ധപ്പെട്ട് പ്രതിഷേധങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്ന മലപ്പുറം ജില്ലയിൽ നിന്നുള്ള സുഹൃത്തുക്കൾ ദയവായി ഒരു ലൈക്ക് തന്ന് തുടർന്ന് വീഡിയോ കാണാൻ ശ്രമിക്കണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. കൂടാതെ അധികം പ്രേക്ഷകരും മൊബൈലിലാണ് വീഡിയോസ് കാണുന്നതെന്ന് അറിയാം. അപ്പോൾ ഒരു ലൈക്ക് തന്ന് ഫുൾ സ്ക്രീനായി തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കണേ. കാരണം അതിൻ്റേതായ ദൃശ്യഭംഗിയിൽ വീഡിയോസ് ആസ്വദിക്കാൻ സാധിക്കും. ഞാനിത് 2 ദിവസങ്ങൾക്ക് മുമ്പ് എടുത്ത വീഡിയോസാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 2 ദിവസങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന മാറ്റങ്ങളല്ല, ഇപ്പോഴും ചിലപ്പോൾ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. നമ്മുടെ സ്വാഗതമാട് ഭാഗത്തൊക്കെ നിലയിൽ പാറ പൊട്ടിക്കുന്ന വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കരിമ്പിൽ ഭാഗത്തുള്ള ദൃശ്യമാണ് കാണുന്നത്. കരിമ്പിൽ കഴിഞ്ഞുള്ള ഭാഗത്തൊരു അണ്ടർ പാസേജ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ രാവിലെ 6:30 മണിക്കാണ് കേട്ടോ വീഡിയോ പകർത്തുന്നത്. അപ്പോൾ നല്ല കോടയാണ്, ക്ലിയർ അല്പം കുറവായിരിക്കും. നമ്മൾ നേരെ പറത്തുന്ന ഭാഗത്താണ് സൂര്യൻ ഉദിച്ച് വരുന്നത്. അപ്പോൾ നേരെ തിരിച്ച് പറത്തിയാൽ നല്ല ക്ലിയർ ആയിരിക്കും. നമ്മൾ കോട്ടക്കൽ ഭാഗത്തോട്ട് തിരിച്ചാണ് പറത്തിയിട്ടുള്ളത്. നമ്മൾ കരിമ്പിൽ കഴിഞ്ഞ് വെന്നിയൂർ ഭാഗത്തോട്ട് എത്തുമ്പോൾ ഇവിടെയാണ് 2 ഭാഗത്തായിട്ടും ഒരു മെർജിങ് പോയിന്റ് വരുന്നത്. ഇവിടെ ചെറിയ വളവോട് കൂടിയാണ് റോഡ് ആറുവരിപ്പാത നിർമ്മിച്ചിട്ടുള്ളത്. വെന്നിയൂർ ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയും ഒരു അണ്ടർ പാസേജ് ഉണ്ട്. പൂർണ്ണമായിട്ടും വർക്കുകൾ കഴിഞ്ഞ ഇടമാണ്. സൈൻ ബോർഡിൻ്റെ നിർമ്മാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ നമ്മുടെ മലപ്പുറം ജില്ലയിലെ റീച്ചിൽ
ബസ് വെയിറ്റിംഗ് ഷെൽട്ടറിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കാസർഗോഡ് ബാക്കിയുള്ള ഭാഗങ്ങളൊന്നും ഇതിൻ്റെ വർക്കുകൾ നടന്നിട്ടില്ല കേട്ടോ. കാസർഗോഡ് ഭാഗത്ത് നിലവിലിപ്പോൾ സർവീസ് റോഡിൻ്റെ ഭാഗത്തുള്ള വർക്കാണ് നടക്കുന്നത്. കൂടാതെ ഈ ലൈറ്റിങ്ങിൻ്റെ വർക്കും നടക്കാൻ ബാക്കിയുണ്ട്. സൈൻ ബോർഡിൻ്റെ നിർമ്മാണമൊക്കെ നിലവിലിപ്പോൾ നടന്നു കൊണ്ടിരിക്കുകയാണ്. എന്തായാലും മലപ്പുറം ജില്ലയിൽ ലൈൻ മാർക്കിംഗ് കഴിഞ്ഞ് ഒന്നുകൂടി മൊഞ്ചായിട്ടുണ്ട് റോഡ്. കാസർഗോഡ് ജില്ലയിൽ പൂർണ്ണമായിട്ടും ലൈൻ മാർക്കിംഗ് കഴിഞ്ഞിട്ടില്ല. ആ ഭാഗത്ത് വൈറ്റ് ലൈൻ മാത്രമാണ് നടന്നിട്ടുള്ളത്. കൂടാതെ ഈ എൻട്രി എക്സിറ്റിൻ്റെ ഭാഗത്തൊന്നും അധികവും ലൈൻ മാർക്കിംഗ് ഒന്നും നടന്നിട്ടില്ല. നമ്മൾ പൂക്കിപ്പറമ്പ് ഭാഗത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെയാണ് എൻട്രിയും എക്സിറ്റും വരുന്നത്. പൂക്കിപ്പറമ്പ് കുറച്ചുകൂടി താഴ്ന്ന പ്രദേശമാണ്. ഇവിടെ മണ്ണടിച്ച് ഉയർത്തിയിട്ടാണ് ആറുവരി പാത നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടെയും ഒരു അണ്ടർ പാസേജ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അണ്ടർ പാസേജിൻ്റെ താഴെയായിട്ട് നിലവിലിപ്പോൾ പെയിൻറ്റിങ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നീല പെയിൻ്റാണ് അണ്ടർപാസിന് താഴെയായിട്ട് കൊടുത്തിട്ടുള്ളത്. സർവീസ് റോഡിൻ്റെ ഭാഗത്തുള്ള വർക്ക് അത്ര ഫിനിഷിംഗ് അല്ല നമുക്ക് മലപ്പുറം ജില്ലയുടെ ഭാഗത്ത് കാണുന്നത്. കൂടാതെ ഡ്രെയിനേജിൻ്റെ ഭാഗത്തും അത്ര ഫിനിഷിംഗ് വർക്കല്ല നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ബൈക്ക് ഓടിച്ച് പോകുമ്പോൾ നല്ല രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. കാസർഗോഡ് ജില്ലയിൽ സർവീസ് റോഡ് അടിപൊളിയാണ് കേട്ടോ. നല്ല ഫിനിഷിംഗ് ആണ്. കൂടാതെ ഡ്രെയിനേജും അവർ നല്ല രീതിയിലാണ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമ്മൾ ഈ ആറുവരിപ്പാത കിടിലനാണ് ഇവരുടെ വർക്ക്. സർവീസ് റോഡ് ഒന്നുകൂടി മെച്ചപ്പെടാനുണ്ട്. ഏതായാലും ഏറ്റവും കൂടുതൽ അണ്ടർ പാസേജും ഓവർ പാസും വരുന്നത് നമ്മുടെ ഈ മലപ്പുറം ജില്ലയിലെ റീച്ചിലാണ്. വർക്കുകൾ അവസാന ഘട്ടത്തിലാണ്. നമ്മളെ മലബാർ ഏരിയയിലെ കാസർഗോഡ് കോഴിക്കോട് ബൈപ്പാസ് നമ്മുടെ മലപ്പുറം ജില്ലയിലെ ആദ്യത്തെയും രണ്ടാമത്തെയും റീച്ച് മാത്രമാണ് 90% വർക്കുകളും കഴിഞ്ഞ ഇടം. കാസർഗോഡ് ആറുവരിപ്പാതയിൽ പൂർണ്ണമായും ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട്. ലൈൻ മാർക്കിംഗ് പ്രവൃത്തികളാണ് ഇനി നടക്കാൻ ബാക്കിയുള്ളത് ആറുവരിപ്പാതയിൽ. നമ്മൾ സംസാരിച്ച് കോഴിച്ചന ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഓവർപാസിൻ്റെ നിർമ്മാണം കഴിഞ്ഞ് താഴെയായിട്ട് പെയിൻറ്റിങ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വാഹനഗതാഗതം ഇരുവശത്തോട്ടും പോകുന്നുണ്ട്. ഓവർപാസിൻ്റെ മുകളിലുള്ള ദൃശ്യമാണ് കാണുന്നത്. ഈ ഭാഗത്തൊക്കെ ഇനി ഡ്രെയിനേജിൻ്റെ വർക്കുകളും പല ഭാഗങ്ങളും നടക്കാൻ ബാക്കിയുണ്ട്. നടപ്പാതയുടെ നിർമ്മാണമാണ് ഇനി അധികവും നമ്മുടെ ഈ മലപ്പുറം റീച്ചിൽ നടക്കാൻ ബാക്കിയുള്ളത്. ബാക്കി എല്ലാ വർക്കുകളും അവസാന ഘട്ടത്തിലാണ്. പിന്നെ ആറുവരിപ്പാതയിൽ നമ്മുടെ കൂരിയാട് ഭാഗത്തും പിന്നെ നമ്മുടെ ഈ വളാഞ്ചേരി ഭാഗത്തുള്ള ബൈപ്പാസിൻ്റെ ഭാഗത്തും നമ്മുടെ കോട്ടക്കൽ ബൈപ്പാസിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് വർക്കുകൾ പുരോഗമിക്കാൻ ബാക്കിയുള്ളത്. ഈ ഭാഗത്തൊക്കെ മണ്ണെടുത്ത് താഴ്ന്നിട്ടാണ് വരുന്നത്. അധികം ഓവർപാസ് വരാൻ കാരണം നമ്മുടെ മലപ്പുറം ജില്ലയുടെ ഭൂപ്രകൃതിയാണ് കേട്ടോ. ഇപ്പോൾ കുന്നും പ്രദേശമാണ് അധികം. നല്ല ഉയർന്നും താഴ്ന്നുമുള്ള പ്രദേശമാണ് അധികം ടൗണുകളും വന്നിട്ടുള്ളത്. നമ്മൾ സൂര്യൻ നേരെ ക്യാമറയ്ക്ക് അടിക്കുന്ന കേട്ടോ. നമ്മൾ നേരെ തിരിച്ച് പുറത്തുകയാണ്. നേരെ പോകുന്ന നമ്മൾ കൊയ്ച്ചന ഭാഗത്തോട്ട്. പാലച്ചിറമാട് ഭാഗത്തുള്ള ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. സൂര്യൻ നേരെ നമ്മളെ ക്യാമറയ്ക്ക് മുമ്പിലോട്ട് തന്നെ വരികയാണ്. അപ്പോൾ ക്ലാരിറ്റി അല്പം കുറവായിരിക്കും, പ്രേക്ഷകരൊന്ന് ക്ഷമിക്കുക. പാലച്ചിറമാട് ഓവർപാസിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട്. ഇനി താഴെയായിട്ട് ആറുവരിപ്പാതയിൽ നിർമ്മാണം നടക്കാൻ ബാക്കിയുണ്ട് കേട്ടോ. ടാറി പ്രവൃത്തികൾ കഴിഞ്ഞെങ്കിലും നമ്മളിതാ ഈ കാണുന്ന ഭാഗത്തൊക്കെ ഇനി വർക്കുകൾ നടക്കാൻ ബാക്കിയുണ്ട്. കൂടാതെ ഈ ഫ്ലൈ ഓവറിൻ്റെ മുകളിലായിട്ടുള്ള വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ടാറിംഗ് പ്രവൃത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരുപാട് വേസ്റ്റുകൾ ഇട്ടിരിക്കുകയാണ്. പതിവ് പോലെ ബിയറിൻ്റെ കുപ്പി കാണാം. എന്തായാലും എറിഞ്ഞു പൊട്ടിച്ചില്ലല്ലോ, അതൊരാശ്വാസം. ഇവിടെ സൈൻ ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് എക്സിറ്റ് അടിച്ച് നമ്മൾ എടരിക്കോട് ഭാഗത്തോട്ട് പോകാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയാൽ മമ്മാലിപ്പടി ഭാഗത്ത് എക്സിറ്റ് അടിച്ചാൽ നേരെ നമ്മുടെ കോട്ടക്കൽ ടൗണിലോട്ട് മലപ്പുറം ഭാഗത്തോട്ട് പോകാം. തിരൂർ ഭാഗത്തോട്ട് പോകേണ്ടവർ ഇടത് ഭാഗത്തായിട്ട് എക്സിറ്റ് അടിച്ച് വലത്തോട്ട് പോയാൽ നമ്മുടെ തിരൂർ ടൗണിലോട്ട് എത്താം. നമ്മുടെ കോട്ടക്കൽ ബൈപ്പാസ് പാലച്ചിറമാട് മുതലാണ് സ്റ്റാർട്ടാവുന്നത്.
പൂർണ്ണമായിട്ടും നമ്മളെ കോട്ടക്കൽ ടൗൺ ഒഴിവാക്കിയിട്ട് ജനസാന്ദ്രതയില്ലാത്ത പ്രദേശത്തോടു കൂടിയാണ്, ജനവാസമില്ലാത്ത സ്ഥലത്തോടു കൂടിയാണ് കോട്ടക്കൽ ബൈപ്പാസ് നിർമ്മിച്ചിട്ടുള്ളത്. നമ്മൾ വീണ്ടും നേരെ തിരിച്ചു പുറത്താണ് കേട്ടോ. അപ്പോൾ ഇവിടെയും റീഅലൈൻമെൻറ്റ് വന്നിട്ടുണ്ട്. നമ്മളെ കോട്ടക്കൽ ബൈപ്പാസിൻ്റെ ഫ്ലൈ ഓവർ ഇവിടെയാണ് സ്റ്റാർട്ടാകുന്നത്. കൂടാതെ ഒരു ചെറുശോല ഭാഗത്തും ഒരു ചെറിയൊരു ഫ്ലൈ ഓവർ വന്നിട്ടുണ്ട്. എന്തായാലും പറച്ചിറമാട് ഭാഗത്തൊക്കെ വർക്കുകൾ കഴിഞ്ഞ് ഇവിടെ നമ്മുടെ കോട്ടക്കൽ ബൈപ്പാസിലോട്ട് വാഹനങ്ങൾ ഇരുവശത്തോട്ടും ആറുവരിപ്പാതയിൽ ചീറിപ്പാഞ്ഞു കൊണ്ടിരിക്കുകയാണ്. ഇനി സർവീസ് റോഡിൻ്റെ ഭാഗത്തുള്ള വർക്കുകളൊക്കെ നടക്കാൻ ബാക്കിയുണ്ട്. ഇപ്പോൾ മലപ്പുറം ജില്ലയും നമ്മുടെ കാസർഗോഡ് പോലെ തന്നെ ആറുവരിപ്പാതയിൽ പൂർണ്ണമായിട്ടും ടാറിംഗ് പ്രവൃത്തികൾ ഫിനിഷാക്കാൻ പോവുകയാണ്. സൂര്യൻ നമ്മളെ ക്യാമറയ്ക്ക് നേരെ എതിർവശത്താണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ ചെനക്കൽ ഭാഗത്ത് നിന്നാണ് സ്റ്റാർട്ടാവുന്നത്. നമ്മളെ ചെനക്കൽ ഭാഗത്ത് നമ്മൾ ഈ വലതുഭാഗത്ത് കാണുന്നത് കോട്ടക്കൽ ടൗണിലോട്ട് പോകുന്ന റോഡാണ് കേട്ടോ. നിലവിലിപ്പോൾ ഈ ആറുവരിപ്പാതയിൽ നിന്ന് എക്സിറ്റ് അടിച്ച് നമ്മുടെ സ്വാഗതമാട് ഓവർപാസ് വഴി യു ടേൺ അടിച്ചിട്ടാണ് നമ്മൾ ഈ സർവീസ് റോഡ് കൂടിയാണ് കോട്ടക്കൽ ഭാഗത്തോട്ട് ബസ്സുകളും വാഹനങ്ങളൊക്കെ പോകുന്നത്. ഇവിടെ സൈൻ ബോർഡ് കൊടുത്തിട്ടുണ്ട്. ആറുവരിപ്പാതയിൽ ലെയിൻ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി സ്വാഗതമാട് ഓവർപാസിൻ്റെ താഴെയായിട്ടുള്ള ഈ പാറ ഉണ്ട്. ആ പാറ പൊട്ടിക്കുന്ന വർക്കാണ് നിലവിൽ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏകദേശം നമ്മൾ അടുത്ത മാസം പൂർണ്ണമായിട്ടും തുറന്നു കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വർക്കുകൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ കോഴിക്കോട് ഭാഗത്തോട്ടാണ് ഡ്രോണ് നിലവിലിപ്പോൾ പറത്തിക്കൊണ്ടിരിക്കുന്നത്. സൂര്യൻ നേരെ അടിക്കുന്ന കേട്ടോ ക്യാമറയിലോട്ട്. എന്തായാലും ബസ്സുകളൊക്കെ യു ടേൺ അടിച്ച് നേരെ സർവീസ് റോഡിലോട്ട് കൂടി പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഈ പാത പൂർണ്ണമായിട്ടും തുറന്ന് കൊടുത്തതിന് ശേഷം നമ്മുടെ മമ്മാലിപ്പടി ഭാഗത്തു നിന്ന് അവിടെ അണ്ടർ പാസേജ് താഴെയായിട്ട് എക്സിറ്റ് അടിച്ച് നമ്മുടെ കോട്ടക്കൽ ഭാഗത്തോട്ട് പോകാം. കൂടാതെ നമ്മുടെ തിരൂർ ഭാഗത്തോട്ട് മലപ്പുറം ഭാഗത്തോട്ടൊക്കെ പോകാൻ കഴിയും. എന്തായാലും ഇവിടെ പൂർണ്ണമായിട്ടും സർവീസ് റോഡിൽ കേട്ടോ. ഇതുവരെ മാത്രമാണ് സർവീസ് റോഡുള്ളത്. അപ്പോൾ നല്ല ഉയരത്തുള്ള പ്രദേശമാണ്. മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ഇവിടെ റോഡ് വരുന്നത്. ഇവിടെയൊക്കെ വർക്കുകൾ നടക്കുകയാണ്. ഇവിടെ ഒരു പാറയുണ്ട്. ആ പാറ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ നമ്മളെ ഇവിടെ ചെറുശോല ഭാഗത്ത് ഫ്ലൈ ഓവർ വന്നിട്ടുണ്ട്. ഫ്ലൈ ഓവറിൽ പൂർണ്ണമായിട്ടും സർവീസ് റോഡില്ല. താഴെയായിട്ട് നമ്മുടെ ചെറുശോല ഭാഗത്തോട്ട് റോഡ് ക്രോസ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു വശത്ത് സർവീസ് റോഡുണ്ട്. പൂർണ്ണമായിട്ടും വയൽ പ്രദേശത്തോട് കൂടിയാണ് നമ്മൾ ഈ കോട്ടക്കൽ ബൈപ്പാസ് പോകുന്നത്. ഈ പച്ചപ്പ് കാണുമ്പോൾ തന്നെ എന്താ രസമല്ലേ, മനസ്സിന് തന്നെ ഒരു കുളിർമ തോന്നുന്നു. പ്രത്യേകിച്ച് നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾക്ക് നമ്മുടെ നാട്ടിലെ ഈ വികസനം കാണുമ്പോൾ ഈ പച്ചപ്പിൽ കൂടി നമുക്ക് ആറുവരിപ്പാതയിൽ വാഹനം ഓടിച്ച് പോകുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ. നമ്മുടെ ദേശീയപാത വികസനത്തിൽ ഏറ്റവും മനോഹരമായ പാതകളിലൊന്നാണ് നമ്മളെ കോട്ടക്കൽ ബൈപ്പാസ്. ഈ പച്ചപ്പ് വിരിച്ച പരവതാനി പോലെയുള്ള നമ്മുടെ വയൽപ്പാടങ്ങൾക്കിടയിൽ കൂടി ആറുവരിപ്പാതയിൽ വാഹനം ഓടിച്ചു പോകാൻ നമുക്കും പ്രവാസി സുഹൃത്തുക്കളായവർക്ക് കൊതി തോന്നുന്നുണ്ടാവും. എന്തായാലും നമ്മുടെ ആറുവരിപ്പാത, നമ്മുടെ നാടും വികസിച്ചു കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മൾ തിരൂർ, മലപ്പുറം,
കോട്ടക്കൽ ഭാഗത്തോട്ട് പോകേണ്ടവർ എക്സിറ്റ് അടിക്കാനുള്ള റോഡാണ് കാണുന്നത്. കൂടാതെ നമ്മുടെ മമ്മാലിപ്പടിയിൽ നിന്ന് നേരെ നമ്മുടെ തൃശ്ശൂർ ഭാഗത്തോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള റോഡാണ് കാണുന്നത്. ഇവിടെയാണ് മെർജിങ് പോയിന്റ് വരുന്നത് കേട്ടോ. പൂർണ്ണമായിട്ടും ഈ ഭാഗത്ത് 6 വരി പാതയിൽ നിർമ്മാണം കഴിഞ്ഞ് ലൈൻ മാർക്കിംഗ് കഴിഞ്ഞ് ഈ വയലുകൾക്കിടയിൽ ഇരുവശത്തോട്ടും വെള്ളം ഒഴുകിപ്പോകാൻ വേണ്ടിയിട്ട് ഇവർ പ്രത്യേക ചാലുകൾ നിർമ്മിച്ചിട്ടുണ്ട്. നമ്മുടെ MNB പാലത്തിൻ്റെ താഴെ കൂടി ഡൈവേഷൻ ചെയ്തിട്ടാണ് വെള്ളം കടത്തി വിട്ടിട്ടുള്ളത്. നമ്മൾ മമ്മാലിപ്പടി എത്തിയിട്ടുണ്ട്. ഇവിടെ ഈ ജംഗ്ഷനിൽ നിന്നാണ് നമ്മുടെ ഇടത്തോട്ട് തിരിഞ്ഞാൽ നമ്മുടെ തിരൂർ ഭാഗത്തോട്ട് പോകാം, വലത്തോട്ട് പോയാൽ കോട്ടക്കൽ മലപ്പുറം ഭാഗത്തോട്ട്. ഈ അണ്ടർ പാസേജിൻ്റെ താഴെയായിട്ട് വർക്കുകൾ നടന്നിട്ടുണ്ട്. നടപ്പാതയുടെ നിർമ്മാണം കട്ടകൾ ഉപയോഗിച്ച് നടന്നിട്ടുണ്ട്. ഇവിടെ മുതൽ റോഡ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. നമ്മളെ ഒരു വശത്ത് മാത്രമാണ് ഗതാഗതത്തിനായിട്ട് തുറന്ന് കൊടുത്തിട്ടുള്ളത്. നമ്മൾ നേരെ മലപ്പുറം ഭാഗത്തുനിന്ന് വാഹനങ്ങളൊക്കെ സർവീസ് റോഡ് കൂടി എക്സിറ്റ് അടിച്ച് നമ്മുടെ കോട്ടക്കൽ ഭാഗത്തോട്ട് പോകുകയാണ്. അപ്പോൾ നിലവിലിപ്പോൾ നമ്മൾ ഈ 6 വരി പാതയിൽ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് വർക്കുകൾ കഴിഞ്ഞ് നടപ്പാതയുടെ നിർമ്മാണം കഴിഞ്ഞ്, കൂടാതെ കോൺക്രീറ്റ് കട്ടകൾ ഉപയോഗിച്ചിട്ടാണ് അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് മണ്ണടിച്ച് ഉയർത്തിയിട്ടുള്ളത്. മലപ്പുറം ജില്ലയിലും കൂടാതെ കോഴിക്കോട് ബൈപ്പാസ് ഭാഗത്തും മാത്രമാണ് നമ്മൾ ഈ കട്ടകൾ ഉപയോഗിച്ച് വർക്കുകൾ കാണാൻ കഴിയുന്നത്. കാസർഗോഡ് ഭാഗത്തൊക്കെ നമ്മുടെ RE പാനലുകൾ ഉപയോഗിച്ചിട്ടാണ് അധികം വർക്കുകൾ നടന്നിട്ടുള്ളത്. ഇവിടെയാണ് നമ്മുടെ കോഴിക്കോട് ഭാഗത്ത് നേരെ വന്ന് മലപ്പുറം ഭാഗത്തോട്ട് കോട്ടക്കൽ തിരൂർ ഭാഗത്തോട്ട് പോകേണ്ടവർ എക്സിറ്റ് അടിച്ച് പോകേണ്ടത്. കൂടാതെ നമ്മുടെ തിരൂർ ഭാഗത്തുനിന്നും കോട്ടക്കൽ ഭാഗത്തുനിന്നും കോഴിക്കോട് ഭാഗത്തോട്ട് പോകുമ്പോൾ ഈ റോഡ് ഉപയോഗിച്ച് നേരെ നമുക്ക് 6 വരി പാതയിൽ മമ്മാലിപ്പീടിയയിൽ നിന്ന് കയറി പോകാൻ കഴിയും. ഒരു തോട് ഒഴുകി പോകുന്നുണ്ട്. അതിന് കൃത്യമായിട്ട് ഇവർ ചാല് നിർമ്മിച്ചിട്ട് ഒരു പാലം നിർമ്മിച്ചിട്ടുണ്ട്. അതിക്കടി കൂടി വെള്ളം ഒഴുക്കി വിടുന്നുണ്ട്. നമ്മൾ എടരിക്കോട് ഭാഗത്തോട്ട് പോകുന്ന റോഡാണ് താഴെയായിട്ട് കാണുന്നത്. നേരത്തെയുള്ള റോഡ് ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. നിലവിലിപ്പോൾ ബൈപ്പാസ് വരുന്നതോടുകൂടി നമ്മൾ നേരെ കോട്ടക്കൽ ജംഗ്ഷൻ ഭാഗത്തോട്ട് പോകാണ്ട് അവിടെയുള്ള ട്രാഫിക്കിൽ പെടാണ്ട് നേരെ നമുക്ക് തൃശ്ശൂർ ഭാഗത്തോട്ട് പോകാൻ കഴിയും, വളാഞ്ചേരി ഭാഗത്തോട്ട് പോകാൻ കഴിയും. ഇടത് ഭാഗത്തായിട്ട് നമ്മൾ കണ്ട ഒരു തോട് പോകുന്നത് നേരെ അവർ ഡൈവേഷൻ കൊടുത്തിട്ടുണ്ട്. അവർ കൃത്യമായിട്ട് ചെറിയ ചാല് നിർമ്മിച്ചിട്ട് പാലത്തിനടിയിൽ കൂടി വെള്ളം ഒഴുകിപ്പോകാനുള്ള സംവിധാനമൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും നമ്മൾ ഈ കോട്ടക്കൽ ബൈപ്പാസിൻ്റെ പച്ചപ്പ് ഇങ്ങനെ കാണുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം തോന്നുന്നത്. നമ്മുടെ നാടും വികസിച്ചു കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കല്ലേ. അപ്പോൾ മറ്റൊരു പുതിയൊരു വീഡിയോ അപ്ഡേറ്റ്സുമായി കാണാം. അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ബൈ ബൈ.